മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി തേവര പാലത്തിൽ അപകടം. പാലത്തിന്റെ കൈവരി തകർത്ത് ലോറി കുടുങ്ങിക്കിടക്കുകയാണ്. കായലിലേക്ക് വീഴാൻ നിൽക്കുന്ന രീതിയിലാണ് ലോറി ഉള്ളത്. അല്പം മുമ്പാണ് അപകടമുണ്ടായത്. അബ്ദുൽ നാസർ വിശദാംശങ്ങളുമായി. നാസർ, വലിയ ഞെട്ടലുളവാക്കുന്ന ദൃശ്യങ്ങളാണ്. ഡ്രൈവറടക്കം അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ കൂടിയും ഈ ലോറി കായലിലേക്ക് വീഴാതെ റോഡിലേക്ക് തിരിച്ചു കയറ്റാനുള്ള നടപടികൾ എങ്ങനെ തുടരുന്നു അവിടെ? അതെ, ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ ലോറി ഈ പാലത്തിലേക്ക് ഇങ്ങനെ കൈവരി തകർത്തുകൊണ്ട് വീഴുന്ന നിലയിലേക്ക് മാറിയത്. അതായത് ഈ വാഹനത്തിൽ ആ സമയത്ത് ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. മാലിന്യങ്ങളുമായി പോകുന്ന ഒരു ലോറിയാണ്. പെട്ടെന്ന് എതിരെ വന്ന ലോറി മറ്റൊരു ടാങ്കർ ലോറിയെ കണ്ട് ബ്രേക്ക് പിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത് കൈവരി തകർത്തുകൊണ്ട് പാലത്തിലേക്ക് വീഴുന്ന തരത്തിലേക്ക്, മൂക്കുകുത്തി നിൽക്കുന്ന തരത്തിലേക്ക് ലോറി ഇപ്പോൾ ചരിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഏതാണ്ട് മധ്യഭാഗം വരെ ഇപ്പോൾ ലോറി ഇടിച്ചു നിൽക്കുകയാണ്, ഈ പാലത്തിൽ ഇടിച്ചു നിൽക്കുകയാണ്. ലോറി ഇവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലവത്തായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം 2ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ക്രെയിനുകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഒരു ശ്രമകരമായ ദൗത്യമാണെന്നാണ് അവരും പറയുന്നത്. കാരണം ഇത് വീഴാതെ വലിച്ചു കയറ്റുക എന്നുള്ളത് അവർക്കൊരു ശ്രമകരമായ ദൗത്യമായിട്ട് തുടരുകയാണ്. എന്നാൽ ഇത് താഴേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആഴമുള്ളൊരു മേഖല കൂടിയാണ്, കായലുകളുടെയാണ്. അതായത് ഇതിലേക്ക് വീഴാതെ തന്നെ ഇതിനെ പുറത്തേക്ക് വലിച്ചെടുക്കണം എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലുള്ള വലിയൊരു കടമ്പ എന്നുള്ളത്. എന്നാൽ ഈ വാഹനത്തിൽ ഒരുപാട് ഗതാഗത കുരുക്ക് ഇവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ എത്തിയിട്ടുള്ള പോലീസും ഫയർഫോഴ്സും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടുത്തെ ഗതാഗതം സുഗമമായി നടന്നു പോകുക എന്നുള്ളത് മാത്രമാണ്. അതിലേക്കാണ് ഒരു വരി മാത്രമായി വാഹനങ്ങളെ കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗതാഗതം ഇവിടെ നടത്തുന്നത്. ഏതാനും 2ഓളം യൂണിറ്റ് ക്രെയിനുകളും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് വലിച്ചു കയറ്റുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്കാണ് അവർ കടക്കുന്നത്. ഇതിൽ നിന്നും ഡീസൽ വലിയ രീതിയിൽ ചോർന്ന് കായലിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വാഹനത്തിൽ വലിയ അതായത് വാഹനത്തിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് നേരിയ പരിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസമായിട്ട് നമുക്ക് കണക്കാക്കാം. വാഹനത്തിൽ ലോഡും വളരെയധികം കുറവായിരുന്നു. അതായത് മാലിന്യവുമായിട്ടും കുറച്ച് ആക്രി സാധനങ്ങളും എല്ലാം ഉൾപ്പെടുന്ന വളരെ കുറച്ച് മാത്രമേ ലോഡ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ഈ ലോറി ഇതിലേക്ക് ചരിയാതെ വീഴാതെ നിൽക്കാൻ സഹായകമായി എന്ന് പറയാം. എന്തായാലും ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ലോറി ഇവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിനും ഫയർഫോഴ്സിനും ഇവിടെ എത്തിയിരിക്കുന്ന രക്ഷാ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. സേബു, യെസ്, എന്തായാലും വലിയ നടുക്കം ബാക്കിയാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. എന്നുവെച്ചാൽ പാലത്തിൻ്റെ കൈവരി തകർത്തുകൊണ്ടാണ് ലോറി കായലിലേക്ക് തൂങ്ങി നിൽക്കുന്നത്. അതിനകത്തുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ള തൊഴിലാളികളെയെല്ലാം നേരത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. അത് ആശ്വാസകരമാണ്. പക്ഷേ കായലിലേക്ക് വീഴാതെ ആ ലോറി എങ്ങനെ തിരിച്ച് പാലത്തിലേക്ക് കയറ്റുമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം സംഭവസ്ഥലത്തെത്തി ഈ ലോറി തിരിച്ച് കയറ്റുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ശ്രമകരമായൊരു ദൗത്യമാണ്. നാസർ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. നാസർ, ഇപ്പോൾ ഫയർഫോഴ്സ് ഉണ്ട്, സ്വാഭാവികമായും ക്രെയിൻ അടക്കമുള്ള ഉപകരണങ്ങളും അങ്ങോട്ടേക്ക് എത്തിച്ചു കാണണം. അപ്പോൾ ഇത് കായലിലോട്ട് വീഴാൻ ആ തുടക്കത്തിൽ വലിയ സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യത, ഒരു കായലിലേക്ക് വീഴുന്ന ഒരു അപകട സാധ്യത ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കിയതിന് ശേഷമാണോ തിരിച്ചു കയറ്റാനുള്ള നടപടികൾ നടക്കുന്നത്? നമുക്കത് പൂർണ്ണമായും ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടയറുകൾ മാത്രമല്ല, പാതിയോളം മധ്യഭാഗത്തോളം വാഹനം കായലിലേക്ക് വീഴാൻ നിൽക്കുന്ന തരത്തിലാണ് ലോറി ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ തരത്തിലാണ് ലോറി ഉള്ളത്. ഇതിൽ നിന്നും വാഹനം പുറത്തേക്ക് എടുക്കുക ശ്രമകരമാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരോടും അല്ലെങ്കിൽ ഇവിടെ എത്തിയ ക്രെയിൻ ഓപ്പറേറ്റർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരാരും തന്നെ ഇതിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. കാരണം ഇത് ഇവിടെ നിന്നും പൂർണ്ണമായി പുറത്തേക്ക് എടുക്കൽ കുറച്ച് ശ്രമകരമായ ദൗത്യമാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നാലും അവർ വലിയ രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം തന്നെ ഇത് രക്ഷാപ്രവർത്തനം നടക്കും എന്ന് നമുക്ക് കരുതാം. ഗതാഗതം സുഗമമാകും എന്നും നമുക്ക് കരുതാം. സൈഫു, യെസ്, ദുഷ്കരമായ രക്ഷാ ദൗത്യമാണ്. ആ ലോറി കായലിലേക്ക് മറിഞ്ഞില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത്.
ആ നിലക്ക് അതിനെ തിരിച്ചു കയറ്റുക എന്നുള്ളത് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഫയർഫോഴ്സും ക്രെയിനും അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടെയുണ്ട്. പ്രവർത്തനം തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് അബ്ദുൽ നാസർ.